സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 7 14 തിരുവചനം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട തിരുവചനം യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതാണ്. ഈ വചനം കർത്താവ് നിങ്ങൾക്ക് ഒരു അടയാളം തരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. മനുഷ്യരായ നാം അടയാളങ്ങൾ ആവശ്യപ്പെടുന്നവരാണ്. പല കാര്യങ്ങളിൽ അടയാളങ്ങൾ നാം ഇഷ്ടപ്പെടുന്നു. ദൈവം ഒരത്ഭുതം പ്രവർത്തിക്കുന്നതിന് എന്താണ് അടയാളമെന്ന് ചോദിച്ച രാജാക്കന്മാർ പഴയ നിയമത്തിലുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ദൈവം തന്നെ തൻ്റെ ദൂതനെ അയച്ച് പ്രസ്താവിക്കുമ്പോൾ അതിന് എന്താണ് അടയാളമെന്ന് ചോദിച്ച രാജാക്കന്മാർ. ഇവിടെ നാം വായിച്ചു കേട്ട തിരുവചനത്തിൽ കർത്താവ് നൽകുന്ന ഒരു അടയാളം കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നുള്ള അടയാളമാണ്. ഇത് പ്രവചിക്കുമ്പോൾ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഇത് ഗ്രഹിക്കുവാൻ, ഇത് അംഗീകരിക്കുവാൻ, ഇത് വിശ്വസിക്കുവാൻ, ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ഒരു കന്യക ഗർഭം ധരിക്കുക എന്നുള്ളത് പുരുഷനെ കൂടാതെ അസാധ്യം എന്നുള്ള ആ ചിന്തയാണ് കന്യകയുടെ ഗർഭധാരണത്തിന് കാരണമായി നാം കാണുന്നത്. കന്യകയുടെ പ്രവചനം യേശുവിൻ്റെ അമ്മയായ മറിയയിലാണ് നാം നിറവേറുന്നതായി കാണുന്നത്. ഇത് സംബന്ധിച്ച് പുതിയ നിയമത്തിലെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ മാലാഖ അഥവാ ദൈവദൂതൻ ആട്ടിടയർക്ക് പ്രത്യക്ഷപ്പെട്ട് ഒരു അടയാളം നൽകുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 12 വരെയാണ് ആ മാലാഖയുടെ പ്രവചനം നാം കാണുന്നത്. 10-11 വാക്യം നാം വായിക്കുമ്പോൾ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരുമെന്ന് പറയുമ്പോൾ ഇവിടെ ലൂക്കോസ് സുവിശേഷകനിലൂടെ ദൈവത്തിൻ്റെ മാലാഖ അറിയിക്കുന്നത് ആ അടയാളത്തിൻ്റെ നിവൃത്തിയാണ്, പൂർത്തീകരണമാണ്, പൂർണ്ണതയാണ്. നമുക്ക് ദൈവം വളരെയധികം അടയാളങ്ങൾ ലോകരക്ഷകൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഓരോ വർഷവും നാം വീഥികളിൽ, ദൈവാലയങ്ങളിൽ, മറ്റു പലയിടങ്ങളിൽ കാണുന്ന
നക്ഷത്രങ്ങൾ തന്നെ ഒരു പ്രത്യേകമായ അടയാളമാണ്. എന്തുകൊണ്ടെന്നാൽ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നക്ഷത്രം വാനിൽ ഉദിച്ചിരുന്നു. ആ നക്ഷത്രത്തിൻ്റെ സ്മരണയാണ് ഓരോ ഡിസംബർ മാസത്തിലും ഓരോ ക്രിസ്മസ് ആഘോഷങ്ങളിലും വേദികളിലും ആലയങ്ങളിലും മറ്റു വിവിധ ഇടങ്ങളിലും നക്ഷത്രങ്ങൾ തൂക്കുന്നതിന് പിന്നിലുള്ളത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ അടയാളങ്ങളും ദൈവിക രക്ഷയുടെ പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ സൂചനകളാണ്. ആമേൻ.